എലത്തൂർ ഇന്ധന ചോർച്ചയുമായി ബന്ധപ്പെട്ട കേസ് ഇന്ന് കോഴിക്കോട് ജില്ലാ കോടതി പരിഗണിക്കും. എലത്തൂർ ജനകീയ സംരക്ഷണ സമിതി നൽകിയ ഹർജിയാണ് പരിഗണിക്കുന്നത്. വിശദാംശങ്ങളുമായി ഇപ്പോൾ ദീപക് ധർമ്മടം ചേരുന്നുണ്ട് കോഴിക്കോട് നിന്ന്. ദീപക്, എന്തൊക്കെ കാര്യങ്ങളാണ് കോടതിയുടെ പരിഗണനയ്ക്ക് വരിക ഇന്ന്? ഡോക്ടർ ഉന്മേഷ്, ഗുഡ് മോർണിംഗ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എലത്തൂരിലെ ഈ വാതക ചോർച്ചയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഇന്ധന ചോർച്ചയാണ് ഉണ്ടായത്. പെട്രോൾ ചോർന്നൊലിക്കുകയും അതിനെ തുടർന്ന് അവിടെ നാട്ടിലെ ജനങ്ങൾ പരിഭ്രാന്തരാവുകയും വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളിലേക്ക് അത് പോവുകയായിരുന്നു. നാട്ടിലാകെ പരിഭ്രാന്തി പരത്തി. അതിനാണ് അവിടുത്തെ ജനകീയ സമിതി ഹർജി നൽകിയത്. കോടതിയുടെ ഇടപെടൽ വേണം, ഇത് മാറ്റണമെന്ന്. അതായത് ഈ ജനവാസ മേഖലയിൽ നിന്നും, ദേശീയപാതയിലെ ജനവാസ മേഖലയിൽ നിന്നും ഈ പ്ലാന്റ് മാറ്റണം എന്നുള്ളതായിരുന്നു ആവശ്യം. ആ ഹർജിയാണ് ഇന്ന് കോഴിക്കോട് ജില്ലാ കോടതിയിൽ പരിഗണിക്കുന്നത്. മാത്രവുമല്ല, 28-ാം തീയതി ഹൈക്കോടതിയിൽ നേരത്തെ തന്നെ ഒരു ഹർജി ഉണ്ടായിരുന്നു നാട്ടുകാരുടെ. ആ ഹർജി 28-ാം തീയതി പരിഗണിക്കുന്നുണ്ട്. ചുരുക്കത്തിൽ HPCLന്റെ ഈ കമ്പനിക്കെതിരെ അവിടെ ജനകീയ വികാരം ശക്തമാണ്. അതിൻ്റെ തുടർച്ചയായാണ് ഇത്തരം നിയമ നടപടികളിലേക്ക്, കോടതി വ്യവഹാരങ്ങളിലേക്ക് കടന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേസാണ് ഇന്ന് പരിഗണിക്കാൻ പോകുന്നത്. ഉന്മേഷ്. ശരി, ദീപക് ധർമ്മടമാണ് വിശദാംശങ്ങൾ നൽകിയത് കോഴിക്കോട്.